കോൺഗ്രസിനകത്ത് നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങിൽ പോയില്ലെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ ക്രെഡിറ്റ് സമ്പൂർണ്ണമായി BJP എടുക്കില്ലേ എന്ന് ചോദ്യം വരാം. ഇവിടെ ഇപ്പോൾ വി മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ ഹിന്ദുക്കൾ രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേരണം, കോൺഗ്രസ് പിരിച്ചുവിടണം, കോൺഗ്രസിലെ ഹിന്ദുക്കളൊക്കെ കോൺഗ്രസിൽ നിന്ന് മാറണമെന്നൊക്കെയാണ്. ഹിന്ദുക്കളെ അവഹേളിക്കുന്നു എന്ന വിഷയമായിരിക്കും അപ്പോൾ വരിക. ഹിന്ദുക്കളെ അവഹേളിക്കലല്ലോ, ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിൻ്റെ പശ്ചാത്തലം കൂടെ പരിഗണിക്കാം. അതായത് ഒരു മതവിശ്വാസത്തിൻ്റെ ഒരു പ്രതീകം തകർത്തുകൊണ്ട് അവിടെയാണ് ഈ അമ്പലം ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് സാധാരണ രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നു, ആ ക്ഷേത്രത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലല്ലോ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് ഉണ്ടായത്. ഞങ്ങളെടുത്ത സ്റ്റാൻഡ് എന്താ? ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി വിധി ഫൈനലാണല്ലോ. പക്ഷെ ഞങ്ങളന്ന് സ്വീകരിച്ച സമീപനം ഏത് മതത്തിൻ്റെ ആണെങ്കിലും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കണം. 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാം. യുവതീ പ്രവേശനം ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, വിശ്വാസമാണ്. അത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പദയാത്ര നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിന് കേരളത്തിലെ മുസ്ലിം വിഭാഗം ഉൾപ്പെടെ ക്രിസ്ത്യൻ വിഭാഗം ഉൾപ്പെടെ അതിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് ലോക്സഭയിൽ നല്ല വിജയം UDF-നുണ്ടായത്. പിന്നീട് LDF തെറ്റുതിരുത്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? BJPക്ക് അങ്ങനെ ഹിന്ദു മതത്തിൻ്റെ പാറ്റേൺ ഒന്നും ആരും കൊടുത്തിട്ടൊന്നുമില്ല. ഈ ഒരു വൈകാരിക വിഷയം എന്നുള്ളത് പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് മോഡി ഷോയാകുന്ന ആ ഉദ്ഘാടന ചടങ്ങിൽ പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീ കെ മുരളീധരൻ്റെ ഖണ്ഡിതമായ അഭിപ്രായം. തീർച്ചയായും ആ അഭിപ്രായം തന്നെയാണ് ഞാൻ എല്ലായിടത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനനുകൂലമായ ഒരു സമീപനം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് എനിക്ക് പൂർണ്ണമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, കെ മുരളീധരൻ അങ്ങനെ ഒരു നിലപാട് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നിലപാട് കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ അവിടെ നിന്ന് പുറത്തു വരൂ എന്നാണ് MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യമൊന്നുമില്ല. അതിനിപ്പോൾ ഗോവിന്ദ മാസ്റ്റർ, ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദ മാസ്റ്റർ പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു വരൂ? ആദ്യം അത് അദ്ദേഹം പറയട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോൺഗ്രസ്സിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് പുറത്തു പോകാനുള്ള ചങ്കൂറ്റം ഗോവിന്ദ മാസ്റ്റർ പാർട്ടിക്കുണ്ടോ? പിന്നെ കെ മുരളീധരനെ മാത്രം കോൺഗ്രസ്സിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ചങ്കൂറ്റമുണ്ടോ ഇത് പറയാൻ? അതില്ലല്ലോ. തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അവിടെയാണ് KPCC എക്സിക്യൂട്ടീവിൽ മുൻ KPCC പ്രസിഡന്റ് കൂടിയായ VM സുധീരൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ പ്രസക്തമാകുന്നത്. ഒരു മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന പരാതി പലയിടങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അടക്കം അത് പ്രത്യേകിച്ച് ഈ നോർത്തിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഉന്നയിക്കുന്നുമുണ്ട്. അങ്ങനെ മൃദു ഹിന്ദുത്വത്തെക്കുറിച്ച് കോൺഗ്രസ് ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണോ ഇത്? അല്ല, അത് കോൺഗ്രസിനെതിരായിട്ട് നടത്തുന്ന ചില പ്രചരണം മാത്രമാണ്. അത് മെയിനായിട്ട് നടത്തുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ CPM ആണ് ഈ മൃദു ഹിന്ദുത്വം എന്നുള്ളൊരു വാചകം പ്രയോഗിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു അമ്പലത്തിൽ പോയാൽ ഉടനെ പറയും മൃദു ഹിന്ദുത്വമാണ്. അങ്ങനെയാണോ? അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ്, അദ്ദേഹം അമ്പലത്തിൽ പോയി. ഞാൻ പോവല്ലോ അമ്പലങ്ങളിൽ. K കരുണാകരൻ എല്ലാ മലയാള മാസം 1-ാം തീയതി പോയിരുന്നു. അത് മൃദു ഹിന്ദുത്വമായിരുന്നു? അല്ല, അതൊക്കെ ഞങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ നാളെ അമ്പലത്തിൽ പോകും, അതിന് സംശയമൊന്നും വേണ്ട. എന്ന് വെച്ച് എന്താണ് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസി ചെയ്യേണ്ട കാര്യം? എന്താ? ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും ബഹുമാനിക്കണം എന്നാണ്. എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാ മതക്കാരും ഉണ്ട്. അതാണോ BJP നടത്തുന്നത്? അതാണ് ശ്രീ ശശി തരൂർ അക്കാര്യത്തിൽ ഒരു വ്യക്തമായിട്ട് നിലപാട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്, എന്നാൽ BJPയുടെ ഹിന്ദുത്വത്തിൽ ഞാനില്ല. അതാണ് കറക്റ്റായിട്ടുള്ള പോയിന്റ്.